നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്, ഇനി എന്താണ് വരാൻ പോകുന്നത്. ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്, കരിയർ അല്ല. അപ്പോ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് അവസ്ഥയിലും ആയിക്കോട്ടെ കേട്ടോ, ആ റിലേഷൻഷിപ്പ് ഏത് അവസ്ഥയിലുള്ളവർക്കും ഇത് കാണാവുന്നതാണ് റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ, ഇവരുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള എന്താണ് ഇവർ അറിയേണ്ടത്? ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവിടെ 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഇനി വരുമെന്ന് നോക്കാം. ഇനിയും വന്നിട്ടുണ്ട്, വീഴുന്നുണ്ട് കാർഡ്. ഇനിയുണ്ടോ ഭഗവാനെ? ഓക്കെ, താങ്ക് യു. 4 കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ്, നിങ്ങള് എന്തോ ഒരു ബന്ധത്തില് ഇരിക്കുകയാണ്. തേർഡ് പാർട്ടി കണക്ഷൻ ആവാം, അർഹിക്കാത്ത ഒരു ബന്ധമാണിത്. ഈ ബന്ധം കൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ വാശി കൊണ്ടോ ഒബ്സഷൻ കൊണ്ടോ നിങ്ങൾ ആ ബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ യൂണിവേഴ്സ് പറയുന്ന ആ ബന്ധത്തിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത് പതുക്കെ നിങ്ങൾ വിഷം കുടിക്കുന്ന പോലെയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിനെ ഭയങ്കരമായി നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് പോസിറ്റീവ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോ ഒരു കണക്ഷനിൽ ഇരിക്കുമ്പോൾ, നമുക്ക് ബന്ധത്തിലിരിക്കുമ്പം നിങ്ങൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് അതിൽ നിൽക്കുക. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സൊല്യൂഷൻ കാണുന്നത് എല്ലാവരും പറയുന്നത് അത് ഉപേക്ഷിച്ച് കളയുക, കാരണം നിങ്ങൾക്ക് കൊള്ളില്ല. പക്ഷെ നിങ്ങളൊരു വാശിപ്പുറത്താണ്, ഒരു ഒബ്സഷന്റെ പുറത്താണ് ആ ബന്ധത്തിൽ നിൽക്കുന്നത്. അപ്പോ അത് ഉപേക്ഷിക്കുക എന്നതേ ഒരു സൊല്യൂഷനേ നിങ്ങൾക്കുള്ളൂ. പക്ഷെ നിങ്ങൾ അതിന് റെഡിയല്ല. നിങ്ങൾ അത് ഇപ്പോഴും അതിന് പിടിച്ചു നിൽക്കുകയാണ്. അതൊരു വിഷം പോലെയാണെന്നാണ് 2 കാർഡുകൾ പറയുന്നത്. മൂന്നാമത്തെ കാർഡ്, നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാകാമെന്ന് യൂണിവേഴ്സ് പറഞ്ഞു. നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാകാം, ഇത് ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് പോകാം, അതിനുള്ള വഴിയെല്ലാം ക്ലീൻ ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ ചാൻസ് എടുക്കുമോ? അവിടെയാണ് ചോദ്യം. പിന്നെ 4ാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ ഇപ്പോ അനുഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ്. ഇത് മുജ്ജന്മ കർമ്മമല്ല, ഈ ജന്മത്തില് നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു കാര്യം പറയാം, ഞാനേ ഒരു പ്രായമായ ഒരു അമ്മുമ്മയോട് സംസാരിച്ചപ്പോ ഇടി വെട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇടി വെട്ടിയപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ, വിഷസർപ്പങ്ങളെ കൊല്ലാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവസൃഷ്ടിയല്ലേ എല്ലാം? ഒരു ഉറുമ്പ് തൊട്ട്, ഉറുമ്പിനേക്കാളും ബാക്ടീരിയ തൊട്ട്, അമീബ തൊട്ട് നമുക്ക് ഏറ്റവും വലിയ ജീവിയെ നമുക്ക് അറിയുന്നത് ബ്ലൂ തിമിംഗലമാണ്. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഒന്നും മനുഷ്യനുണ്ടാക്കിയല്ല. ഇതൊക്കെ ദൈവം ഉണ്ടാക്കിയ. അപ്പൊ ദൈവം ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയെ ദൈവം എന്തിനു കൊല്ലും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, വിഷസർപ്പങ്ങൾ നമ്മളെ മനുഷ്യരെ ഉപദ്രവിക്കാൻ, മറ്റു ജീവികളെ കടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് വിഷം കൊടുത്തിരിക്കുന്ന പാമ്പുകൾക്ക് എന്ന് പറഞ്ഞു. അവിടെയാണ് അജ്ഞാനം വരുന്നത്, മനസ്സിലായി? കാരണം ഓരോ ജീവിക്കും വിഷം ദൈവം കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? സർവൈവലിനാണ്, പ്രതിരോധത്തിനുമാണ്, അതിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും. അത് പാമ്പുകളും തേളുകളും എല്ലാ എട്ടുകാലികളും വിഷമുള്ളവരെല്ലാവരും മറ്റു ജീവികളെ കടിച്ചിട്ട് ആ വിഷം അതിലേക്ക് ഇറങ്ങി അത് ചത്ത് അതിനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. മനസ്സിലാവുണ്ടോ? പെരുമ്പാമ്പ് പോലത്തെ പാമ്പുകൾ അങ്ങനെയല്ല, അവര് കടിച്ച് കൊന്നിട്ട്, മീൻസ് ചുറ്റി കൊന്നിട്ട്, ശ്വാസം മുട്ടിച്ച് എല്ലൊടിച്ച് കൊന്നിട്ടാണ് അവർ കഴിക്കുന്നത്. പക്ഷെ മറ്റു വിഷജീവികളെല്ലാം അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയാണ് വിഷം കൊടുത്തിരിക്കുന്നത്, പിന്നെ സ്വയരക്ഷയ്ക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തോരം ആളുകളാണ് അറിവില്ലായ്മ കൊണ്ട് എന്തോരം പാമ്പിനെ കാണുമ്പോൾ തന്നെ തല്ലിക്കൊല്ലും. പക്ഷെ പാമ്പ് നമ്മളെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. തിരുപ്പതി സൈഡാണോ എന്ന് എനിക്ക് അറിയില്ല, ഏതോ ഒരു സ്ഥലത്ത് മൂർഖം പാമ്പൊക്കെ വീടുകളുടെ ഉള്ളിൽ കൂടെ പോകണം, ആൾക്കാരെ ഒന്നും ചെയ്യുന്നില്ല, കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, ഈ പാമ്പ് അതിലേക്കൂടെ പോവുക. അപ്പോ മനുഷ്യരും ഭീകരജീവികളും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു
ഒരു സാധ്യത അവരവിടെ കണ്ടെത്തി. മനസ്സിലായി? എത്ര എണ്ണത്തിനെ കൊല്ലും നമ്മള്? മനസ്സിലായി? പിന്നെ പാമ്പിനെ കണ്ടിട്ട് പിന്നെ അവിടെ നിൽക്കാനായി നമുക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് മിക്കവരും അതിനെ കൊല്ലുന്നത്. കാരണം പിന്നെ അത് വന്നാലോ എന്നൊരു പേടി. പല കാര്യങ്ങളുണ്ട്. പക്ഷെ തെറ്റിദ്ധാരണകൾ പാടില്ല. നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഒരു ജീവിക്കും ദൈവം വിഷം കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു വിഷം ഇത് കാളകൂട വിഷമാണ്. ആ മറ്റേ പർവ്വതത്തിന്റെ മഥനത്തിന്റെ സമയത്ത് ആ കാളകൂടം വിഷം വരുമ്പോ ശിവഭഗവാൻ അത് കുടിച്ചിട്ട് അങ്ങനെയാണ് ശിവഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വരുന്നത്. ആ ഒരു കാർഡാണിത്. ഇത് കണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ക്ഷമിക്കുക. ഓൾറൈറ്റ്. അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോ നിങ്ങളുടെ ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, നിങ്ങളെ കുറിച്ചുള്ള റീഡിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന എന്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത്, ഇനി എന്താണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് വരുന്നത്, അതാണ് അടുത്ത കാർഡ്. ഇതിന്റെ ജനറൽ എനർജി, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്, ഹാപ്പിനെസ് ഇല്ല, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. ഇവിടെ 4 of wands റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാല് ഹാപ്പിനെസ് ഇല്ല. 4 of wands എന്ന് പറഞ്ഞാൽ ആഘോഷത്തിന്റെ കാർഡാണ്. അപ്പൊ ഇവിടെ ഒരു ആഘോഷവും നടക്കുന്നില്ല. ചിലപ്പോൾ ഒരു വിവാഹം നടന്നു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് വന്നിട്ട് അത് മാറിപ്പോയതായിരിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടെ. പിന്നെ റിലേഷൻഷിപ്പ് വളരെ ക്ലോസ് ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായി എന്ന പോലെ. അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇനി നമുക്ക് നിങ്ങളുടെ കാർഡ് നോക്കാം. ഇവിടെ 3 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. 6 of Pentacles റിവേഴ്സ് എന്ന് പറയുമ്പോൾ പൊള്ളയായ വാക്കുകൾ, പല വാഗ്ദാനങ്ങളും തന്നിട്ട് അവസാനം അതൊന്നും പൂർത്തീകരിക്കാതിരുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോ. അപ്പൊ നിങ്ങൾ ഒരാളെ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കണ്ടപ്പോ തന്നെ ഇഷ്ടമായി, വളരെ ക്ലോസ് ആണ് നിങ്ങൾ തമ്മിൽ. അപ്പോൾ വളരെയധികം കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആന ചേന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിയുടെ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രവൃത്തി വേറെയാണ്. വ്യക്തി പറയുന്നത് ഒന്നാണ്, പ്രവർത്തിക്കുന്നത് വേറൊന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഇപ്പോഴും നിങ്ങൾ ഈ ബന്ധത്തിൽ നിൽക്കുകയാണ്. മനസ്സിലായി? കാരണം നിങ്ങൾ തമ്മിൽ വളരെയധികം യോജിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി വാക്ക് പാലിക്കാത്തത്? ഇത് ചിലപ്പോ ഇവിടെ 6 of Pentacles റിവേഴ്സ് വരുന്നത്. 6 of Pentacles എന്ന് പറയുമ്പം രണ്ട് വീട് നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അത് റിവേഴ്സും കൂടെ വരുമ്പോ ഈ വ്യക്തി കുറെ അഭിനയിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാല് നമുക്ക് നമ്മളുടെ കല്യാണം നടക്കും, എന്തായാലും ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കും, എന്തായാലും ഞാനത് ചെയ്യും, അതിന്റെ തീരുമാനം എടുക്കും. നമുക്ക് ഇപ്പൊ തൽക്കാലം റിലേഷൻഷിപ്പിൽ ഇരിക്കാം, ഞാൻ നോക്കട്ടെ എന്താണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ നോക്കട്ടെ എന്ന കാര്യം നീണ്ടു പോകുകയാണ്. ഇത് കുറച്ച് നാളായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്. ഈ വ്യക്തി പറയുന്നുണ്ട് നീ എന്നെ ഉപേക്ഷിക്കും. നിങ്ങൾ പോകാൻ നോക്കുമ്പോൾ ഈ വ്യക്തി പിടിച്ച് വലിച്ച് നിങ്ങളെ പൊള്ളയായ വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെയും ഈ വ്യക്തി പറയുന്ന പോലെയൊന്നും നടക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും കോണ്ടാക്റ്റിലാണ്. ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കാം, ഇപ്പൊ ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് ഒന്നും ആയിട്ടില്ല, കംപ്ലീറ്റ്. നിങ്ങൾ പോകാൻ ഈ വ്യക്തി സമ്മതിക്കുന്നില്ല. പക്ഷെ ഈ വ്യക്തി വാക്ക് പാലിക്കുന്നുമില്ല. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്? നിങ്ങൾ റിലേഷൻഷിപ്പിൽ വളരെ അൺഹാപ്പി ആവും. ഇപ്പൊ നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. ഓക്കെ, നാളെ ശരിയാവും, ചിലപ്പോൾ ഈ വ്യക്തി പറയുന്നത് ശരിയായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു റെഡ് ഫ്ലാഗ് വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ ഇത് ശരിയാവും ഫ്യൂച്ചറിൽ. പക്ഷെ ഇത് വർഷങ്ങൾ പോകും തോറും നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യവും വൈരാഗ്യവും ഈ റിലേഷൻഷിപ്പിൽ ഒരു സംതൃപ്തി ഇല്ലായ്മയും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങളിപ്പോ അൺമാരീഡ് ആണെങ്കിൽ, ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പണിയാണ് വരുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഓൾറെഡി ഫാമിലി ഉണ്ട്, പക്ഷെ നിങ്ങൾക്കില്ല.
അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ പെട്ടുപോകും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം 24 മണിക്കൂർ വ്യക്തിക്ക് നമ്മൾ എപ്പോഴും ലീഗലായിട്ട് മാരീഡ് ആയവരാ ആ ഫാമിലിക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പോ ഇവർക്ക് കിട്ടുന്നതിന്റെ ബാക്കി മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇവരുടെ ഫാമിലിക്ക് കൊടുക്കുന്നതിന്റെ ബാക്കി മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് നേരിയതായിട്ടൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ പ്രവൃത്തിയും ഈ വ്യക്തിയുടെ രൂപവും ഈ വ്യക്തിയുടെ പെരുമാറ്റവും ഈ വ്യക്തിയുടെ സംസാരവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചിന്ത വരുമ്പോഴേക്കും അത് പുറകിലേക്ക് തള്ളിക്കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഫ്യൂച്ചറിൽ വരുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് വരും. നിങ്ങൾ ഫേസ് ടു ഫേസ് വരും പ്രശ്നത്തില്. ഒരു ദിവസം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ എനിക്ക് ഇത്രയും വയസ്സായി, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി എപ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുക, എപ്പോഴാണ് കുട്ടികളൊക്കെ ആവുന്ന, എപ്പോഴാണ് മനസ്സിലായി. ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വരും. ഫ്യൂച്ചറിൽ ആവുമ്പോൾ നിങ്ങൾ വരും. അപ്പോഴേക്കും സമയം കുറെ വൈകി പോവും. അപ്പൊ പിന്നെ നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകും. നിങ്ങൾ പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ജീവിതം പിന്നെയും തിരിച്ചു പിടിക്കാൻ നോക്കിയാല് നടക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. കാരണം അപ്പോഴേക്കും കുറെ സമയം വൈകി പോവും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വെക്കണം. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, എനിക്ക് തമാശയ്ക്ക് റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ മീൻസ് ആഗ്രഹമില്ല, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങളൊരു തീരുമാനം പറയണം എന്താണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പില്. അത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് പിരിയാം. കുറെ സങ്കടം ഉണ്ടാവും. പക്ഷെ എന്നാലും ഫ്യൂച്ചറിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് കയറുന്നതിന് പകരം ഇങ്ങനെ ഇപ്പൊ കുറച്ച് വേദന സഹിച്ചാലും ഇപ്പൊ കുറച്ച് സങ്കടം ഉണ്ടായാലും ഇപ്പോഴൊരു തീരുമാനം എടുത്താല് ഇവിടെ എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ രക്ഷപ്പെടും. അതാണ് കാര്യം. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ വിവാഹത്തിന്റെ സമയമെല്ലാം കഴിഞ്ഞു പോയി, എങ്ങും എത്തിയില്ല, നിങ്ങൾ ഇങ്ങനെ കാത്തിരുന്നു, ഒന്നും നടന്നില്ല, അപ്പൊ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടോ നിങ്ങൾ പിന്നെയും ധൃതിയിൽ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തിട്ടോ കാര്യമില്ല. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് വൈകി പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും തീരുമാനം നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോ സത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, അതിനെ ഫേസ് ചെയ്യുക. നിങ്ങൾ ഒഴിഞ്ഞു മാറി പോവരുത്. മനസ്സിലായി? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ആ വ്യക്തിക്ക് സങ്കടമാവില്ലേ ഞാനതുപോലെ? ആ വ്യക്തിക്ക് ഫാമിലി ഉണ്ട്, നിങ്ങൾക്കാണ് ആരുമില്ലാതെ ആവാൻ പോകുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താല് നിങ്ങൾ രക്ഷപ്പെടും. ഒന്നില്ലെങ്കിൽ ഈ വ്യക്തി ഹാപ്പി അല്ലായിരിക്കാം ഫാമിലി ആയിട്ട്, പക്ഷെ എന്നാലും ഒരു തീരുമാനം എടുക്കാൻ ധൈര്യമില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഫാമിലിയോടെ പൊക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോവുക. മനസ്സിലായോ? പക്ഷേ അവസാന കാലത്ത് ഈ വ്യക്തി ഫാമിലിയെ ഉപേക്ഷിക്കില്ല, നിങ്ങളെയും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല, നിങ്ങളുടെ ജീവിതം പോയി. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ് ഇവിടെ ഒരു ക്ലോഷർ. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനൊരു ക്ലോഷർ കിട്ടില്ല. കാരണം സമയം കഴിഞ്ഞു പോകും. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകും. നിങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ സമയമില്ല, സ്ഥലമില്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ ഒരു മാരേജിന്റെ പോസിബിലിറ്റി ഇല്ല. അതാണ് 4 of Wands റിവേഴ്സ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു മാരേജിന്റെ പോസിബിലിറ്റി ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു യൂണിറ്റിയുടെ പോസിബിലിറ്റി ഇല്ല, ഒരു സന്തോഷത്തിന്റെ പോസിബിലിറ്റി ഇല്ല, ഒരു അനിശ്ചിതാവസ്ഥയാണ് ഇപ്പോഴും. ഫ്യൂച്ചറിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനം എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതാണ് ഇവിടെ കാണിച്ചത് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.